ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. കുറേ പേരൊക്കെ വീഡിയോസ് കാണുമ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാണ്ടാണ് കാണുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ എല്ലാ വീഡിയോസും ഞാൻ ഇടുന്നതായിരിക്കും. ഒന്നിടവിട്ടിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും ഇടാം. ഒരു ദിവസം ഹാൻഡ് എംബ്രോയ്ഡറിയുടെ വീഡിയോ ആണെങ്കിൽ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിരിക്കും, അങ്ങനെയായിരിക്കും ഇടാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. സ്റ്റിച്ച് ബോർഡ് ആദ്യം കട്ട് ചെയ്യുക. 15 ഇഞ്ച് നീളത്തിലും 8 ഇഞ്ച് വീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ബോർഡ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ സൈഡുകൾ മടക്കി അടിക്കുക കേട്ടോ. അതുപോലെ തന്നെ മോട്ടീഫിന് വേണ്ടിയിട്ട് 9 ഇഞ്ച് നീളത്തിലും വീതിയിലും മോട്ടീഫ് കട്ട് ചെയ്തെടുക്കാം. മോട്ടീഫിൻ്റെ സൈഡുകൾ ഇപ്പം അടിക്കണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡിസൈനും എല്ലാ സെറ്റൊക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് അടിച്ചു വയ്ക്കാം. അപ്പോൾ അതേ ഞാൻ ആദ്യം സ്റ്റിച്ച് ബോർഡ് കട്ട് ചെയ്തത് മടക്കി അടിച്ചിട്ടൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് 7 ഇഞ്ച് വീതിയും 14 ഇഞ്ച് നീളവും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിൽ തുടങ്ങാം. ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഒരേ ലൈൻ വരച്ചിട്ടായിരിക്കും അതിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കണേ കേട്ടോ. 6 ഇഴ നൂലല്ലേ ഇരുന്ന് നമ്മുടെ രംഗോലി ത്രെഡിന്. ഇതിനാവശ്യം 3 ഇഴ നൂല് മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ സൂചി നൂലും കോർത്തിട്ട് ഒരറ്റത്ത് മാത്രം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 വശത്തായിട്ട് കെട്ടിടണ്ട, ഒരു നൂലുമ്പോൾ മാത്രം കെട്ടിട്ട് കൊടുക്കാം, 3 ഇഴ നൂല് എടുത്തിട്ട് കേട്ടോ. ഇനി തുണിയുടെ അടിയിൽ കൂടെ സൂചി കോർത്ത് വലിച്ചിട്ട് കുറച്ച് മാത്രം ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും അടിയിലേക്ക് കുത്തി ഇറക്കിയിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഓരോന്നായിട്ട് അത് കഴിഞ്ഞ് ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോന്ന് ചെറിയ ചെറിയ ഗ്യാപ്പിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അടിയിൽ നിന്ന് സൂചി മുകളിലേക്ക് കുത്തിയെടുത്തിട്ട് കുറച്ച് മാത്രം ഗ്യാപ്പ് ഇട്ടിട്ട് മുകളിൽ നിന്ന് താഴേക്ക് കുത്തി ഇറക്കേണ്ട. ഇതാണ് ഫസ്റ്റത്തെ സ്റ്റിച്ച്, റണ്ണിങ് സ്റ്റിച്ച്. അപ്പോൾ നമുക്ക് എല്ലാവരും ഇതേപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. ബാക്ക് സൈഡിൽ നൂല് വരുന്ന രീതിയിലാക്കിയിട്ട് സൂചിമേ കൂടെ നൂലിങ്ങനെ ഇട്ടിട്ട് കെട്ടിട്ട് കൊടുക്കില്ല, എല്ലാവർക്കും അറിയാവുന്നതുള്ളതൊക്കെ. അപ്പോൾ അതുപോലെ കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതേപോലെയാണ് കെട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ട്രിമ്മർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മോട്ടീഫിലേക്ക് പടം ട്രേസ് എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തുമ്പിയുടെ പടം വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ബട്ടർഫ്ലൈയുടെ. അപ്പോൾ ചിത്രശലഭമാണ്. അപ്പം നമുക്ക് അത് കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ട്രേസൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കഴിഞ്ഞിട്ട് കാണാം. ഇനി നമുക്ക് റിങ്ങിലേക്ക് മോട്ടീഫ് സെറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അടിയിൽ നിന്ന് സൂചി മുകളിലേക്ക് വലിച്ചിട്ട് കുറച്ച് മാത്രം ഗ്യാപ്പ് ഇട്ടിട്ട് തുണി മുകളിൽ നിന്ന് അടിയിലേക്ക് കുത്തി കൊടുക്കണം കേട്ടോ. ഇനി അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അങ്ങനെ കുറച്ച് ഞാൻ ചെയ്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതേപോലെ എല്ലാവരും ഇപ്പം ഞാൻ ബ്ലാക്ക് കളർ രംഗോലി ത്രെഡ് കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഔട്ട്ലൈൻ പോലെ എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലൊക്കെ കുറേ വരകളും അതൊക്കെ കാണുന്നുണ്ടല്ലോ, അതിൽ വേറൊരു ത്രെഡ് ഉപയോഗിച്ചിട്ട് വേറെ കളർ ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുത്തിട്ടൊന്ന് കാണാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണിത്, റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഏറ്റവും എളുപ്പത്തിൽ സാധാരണ പോലെ സൂചിയും നൂലും ഇതേപോലെ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. നൂലും സൂചിയൊക്കെ എടുത്തിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചാണ് ഇത്. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളറ് നൂലുകൊണ്ട് ചെയ്തതിന് ശേഷം ഓറഞ്ച് കളർ നൂലെടുത്തിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളിടത്തൊക്കെ. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം ഇനി. അപ്പോൾ ഇഷ്ടമുള്ള ഡിസൈനൊക്കെ എല്ലാവർക്കും വരയ്ക്കാം കേട്ടോ. ഇഷ്ടമുള്ള ഡിസൈനിൽ ഇഷ്ടമുള്ള കളറിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഊരിയിട്ടൊന്ന് കണ്ടു നോക്കാം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ അടിച്ചിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് കേട്ടോ. 4 സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ട് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു എംബ്രോയ്ഡറിയുടെ സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞു. റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ കമൻറ്റും ചെയ്യാം. തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോരോ വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ സ്റ്റിച്ചുകൾ പഠിച്ചിട്ട് പോവാം കേട്ടോ. ഓർഡറിലാണ് സ്റ്റിച്ചസുകളൊക്കെ ഇതിൽ ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.